ക്രിക്കറ്റ് അസോസിയേഷനും സഞ്ജു സാംസണും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമല്ലെന്ന് തെളിയിക്കുന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ. ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ അത് അസോസിയേഷനെ അറിയിക്കണമെന്നിരിക്കെ KCAയുമായി ബന്ധപ്പെടാൻ പോലും സഞ്ജു തയ്യാറായില്ലെന്നാണ് വ്യക്തമാകുന്നത്. വിജയ് ഹസാരെ ടൂർണമെന്റിന് തൊട്ടുമുമ്പാണ് സഞ്ജുവും അസോസിയേഷനും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തുവന്നതെങ്കിലും നാളുകളായി ഈ അഭിപ്രായ വ്യത്യാസം നിലനിന്നിരുന്നു. 1996-ൽ നാഗർകോവിൽ നടക്കേണ്ട തമിഴ്നാടിനെതിരായ രഞ്ജി മത്സരത്തിൽ കളിക്കാൻ തയ്യാറല്ലെന്ന് കേരള ടീം ക്യാപ്റ്റൻ KN അനന്തപത്മനാഭൻ നിലപാടെടുക്കുന്നു. തമിഴ്നാട്ടുകാരൻ PB ആനന്ദിനെ ടീമിലെടുത്തിലുള്ള പ്രതിഷേധമായിരുന്നു കാരണം. ക്യാപ്റ്റനായതുകൊണ്ടോ ഇന്ത്യയിലെ മികച്ച സ്പിന്നർമാരിൽ ഒരാളായതുകൊണ്ടോ അനന്തപത്മനാഭനെതിരെ നടപടിയെടുക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മടിച്ചില്ല. ഒരു മത്സരത്തിൽ നിന്ന് വിലക്കാനായിരുന്നു തീരുമാനം. ക്ഷമാപണം രേഖാമൂലം അറിയിച്ചതോടെ ഒരു മത്സരത്തിലെ ഫീ പിഴയായി ചുമത്തി പ്രശ്നം പരിഹാരമായി. താരങ്ങളും അസോസിയേഷനും കൊമ്പുകോർക്കുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമല്ലെന്ന് ചുരുക്കം. വിജയ് ഹസാരെ ടൂർണമെന്റിൽ കളിക്കാത്തതുകൊണ്ടാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാത്തതെന്ന വാദം തെറ്റാണ്. എന്നാൽ വിജയ് ഹസാരയിൽ പങ്കെടുത്ത മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ സഞ്ജുവിന് സ്ഥാനം ഉറപ്പായിരുന്നു. KCAയുമായുള്ള ആശയവിനിമയത്തിലെ പോരായ്മയാണ് സഞ്ജുവിനെ ഇപ്പോഴുള്ള വിവാദങ്ങളിലേക്ക് നയിച്ചത്. വിജയ് ഹസാരെ ടൂർണമെന്റിലുള്ള ടീം സെലക്ഷൻ സമയത്ത് സഞ്ജു കേരള ടീം മാനേജ്മെന്റുമായി ബന്ധപ്പെടാനായി ശ്രമിച്ചില്ല. KCA അയച്ച മെയിലിന് മറുപടിയായിട്ടാണ് ക്യാമ്പിൽ പങ്കെടുക്കാനുണ്ടാവില്ലെന്ന് ഒറ്റവരിയിൽ ഇമെയിൽ അയക്കുന്നത്. സാധ്യതാ പട്ടികയിലുള്ള 30 താരങ്ങളെ ഉൾപ്പെടുത്തി വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ത്രിദിന ക്യാമ്പാണ് കേരള ടീം നിശ്ചയിച്ചിരുന്നത്. ക്യാപ്റ്റനാകേണ്ട സഞ്ജു ഇല്ലെന്ന മറുപടി വന്നതോടെ യുവതാരങ്ങൾക്ക് പ്രാമുഖ്യം നൽകി സെലക്ടർമാർ ടീമിനെ തെരഞ്ഞെടുത്തു. ഒരു ടൂർണമെന്റിൽ കളിക്കാൻ സന്നദ്ധനല്ലെങ്കിൽ വ്യക്തമായ കാരണം അസോസിയേഷനെ അറിയിക്കേണ്ട ബാധ്യതയും കളിക്കാരനുണ്ട്. അവിടെയും സഞ്ജുവിന് വീഴ്ച പറ്റി. ഈ സമയം ദുബായിൽ അവധി സമയം ചെലവിട്ട സഞ്ജു വിജയ് ഹസാരെ ടൂർണമെന്റ് തുടങ്ങിയ ശേഷമാണ് വീണ്ടും KCAയുമായി ബന്ധപ്പെടുന്നത്. കളിക്കാൻ തയ്യാറാണെന്ന് സഞ്ജു അറിയിച്ചെങ്കിലും തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന നിലപാടെടുത്തു KCA. യുവതാരങ്ങൾക്ക് മാതൃകയാകേണ്ട ക്യാപ്റ്റൻ തോന്നുംപടി ടീമിലേക്ക് വരുന്നതിനെ KCA എതിർത്തു. ഗ്രൂപ്പിൽ 5ാം സ്ഥാനത്തായി ക്വാർട്ടർ കാണാതെ പുറത്തായപ്പോഴും കേരള ടീമിൽ സഞ്ജു എത്താത്തതിന് കാരണം ഇതാണ്. ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള അഭിപ്രായ ഭിന്നത അതിവേഗം പരിഹരിക്കേണ്ടതുണ്ട് സഞ്ജുവിന്. ദേശീയ ടീമിൽ ഇല്ലാത്തപ്പോൾ ആഭ്യന്തര മത്സരങ്ങളിൽ കളിക്കണമെന്ന് സീനിയർ താരങ്ങൾക്ക് പോലും BCCI കർശന നിർദ്ദേശം നൽകുന്ന സാഹചര്യവുമുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടാത്തതാണ് വിവാദങ്ങൾക്ക് കാരണമെന്നിരിക്കെ സഞ്ജുവിന്റെ സാധ്യത അവസാനിച്ചിട്ടില്ലെന്നാണ് വിവരങ്ങൾ. 15 അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചതെങ്കിലും ആദ്യ റിസർവ് താരം സഞ്ജു തന്നെയെന്നാണ് BCCI നൽകുന്ന സൂചന. സ്പോർട്സ് ഡെസ്ക്, News 18.